തെരഞ്ഞെടുപ്പ് കാലത്ത് വീറും വാശിയുമുള്ള പ്രചാരണത്തിന് പല മാർഗങ്ങളും അണികൾ തിരഞ്ഞെടുക്കും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ താരം നിയോൺ ലൈറ്റുകളാണ്. പല വലുപ്പത്തിൽ നിയോൺ ലൈറ്റുകളിൽ തീർത്ത പാർട്ടി ചിഹ്നങ്ങൾ പ്രചാരണത്തിന് ഇന്ന് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ വിസ്മയക്കാഴ്ച ഒരുക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പുതിയ തരംഗം തൃശൂർ ഒല്ലൂരിൽ നിന്നുള്ള നിയോൺ പാർട്ടി ചിഹ്നങ്ങളാണ്. തൃശൂർ ഒല്ലൂരിലെ ജോയൽ മാൾ എന്ന കൊച്ചുകടയിൽ ജിസും കുടുംബവും ചേർന്ന് നിർമ്മിക്കുന്ന നിയോൺ ലൈറ്റുകളാണ് പാർട്ടി ഭേദമില്ലാതെ കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം പ്രകാശം ചൊരിഞ്ഞ് പ്രചാരണം നടത്തുന്നത്. 10 വർഷത്തിലധികമായി ക്രിസ്തുമസ് കാലത്ത് നിയോൺ ലൈറ്റുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ആളാണ് ജിസ്. ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ നിയോൺ ലൈറ്റിൽ നിർമ്മിച്ചത്. സംഭവം ഹിറ്റായതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവശ്യക്കാരെത്തി. ചിഹ്നങ്ങൾക്ക് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഈ നിയോൺ സ്റ്റാറുകളുടെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് വർഷങ്ങളായിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ധരിക്കുന്ന ഒരു പുതിയൊരു വെറൈറ്റി നമുക്ക് ഉണ്ടാകുന്ന താല്പര്യം തോന്നി. അപ്പോൾ ഈ തവണ നമുക്ക് ഇലക്ഷനിൽ ഇതുവരെ ഒന്നും ഇത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ പുതിയൊരു വെറൈറ്റി എല്ലാ ഭാഗത്തും ഉണ്ടാകുമ്പോൾ ഒരു പുതുമ ഉണ്ടാവില്ല. കാരണം നാട് ഓടുമ്പോൾ നടുവോടുന്ന് പറയാം, പുതിയ പുതിയ വെറൈറ്റികൾ ഉണ്ടാക്കുക നമുക്ക് നാട്ടിലേക്ക് വേണ്ടിയിട്ട്. കാരണം പാർട്ടിക്കാർക്കും എല്ലാവർക്കും വേണ്ടി കാണാൻ ലുക്ക് കാണണം. പിന്നെ കുറേ പേർക്ക് അത് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് കൂടുതലുണ്ട്. ഇലക്ഷൻ അടുത്തില്ലേ, അതൊരു താല്പര്യം കൂടുതൽ, അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെയാണ് അതിലേക്ക് കയറി വന്നത്. ബുദ്ധിമുട്ടുണ്ടാക്കാൻ നമുക്ക് വരുന്നത് താമരയാണ് കുറച്ച് ബുദ്ധിമുട്ട്. കാരണം അതിൻ്റെ കട്ടിങ്ങും കൂടുതൽ വരുന്നുണ്ട്. കാണാനും ഭംഗി വരുന്നത് താമര തന്നെയാണ് എല്ലാ ഇതുകൊണ്ടും. കാരണം കട്ടിങ്ങും ആ ലൈറ്റിൻ്റെ ആ ബ്രൈറ്റ്നസ്സും കൊണ്ടും അതാണ് സൗകര്യമുണ്ട്, കാണാനുണ്ട്. മറ്റുള്ള ചിഹ്നങ്ങളും കുഴപ്പമൊന്നുമില്ല. കാരണം ചിലർക്ക് ഡാർക്ക്നെസ്, ഇപ്പോൾ നമുക്ക് അരുവാൾ ചുറ്റിയ നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് നമുക്ക് റെഡിനോട് താല്പര്യമുള്ളതാണ്. അപ്പോൾ അത് തനിയെ നിൽക്കുമ്പോൾ നല്ല ലുക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ പാടിയിലിടുമ്പോൾ മാറ്റി ഇടും. കാരണം ആ വരുന്നവർക്ക് കസ്റ്റമർക്ക് കാണാൻ എടുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ലോങ് സൈറ്റും അതേമാതിരി എല്ലാ ചിഹ്നങ്ങളും നമുക്ക് സ്മോളും മീഡിയം പിക്ക് 3 സൈസിലാണ് വരുന്നത്. അത് ഇടുമ്പോഴും ഒന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് ഇടും, എല്ലാം ഇടാം. അങ്ങനെയുണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനും എൻ്റെ വൈഫും മോനും കൂട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. മോൾക്ക് ചെറിയ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം സോൾഡറിങ് നോക്കി ചെക്ക് ചെയ്യാം, വയർ ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞതെല്ലാം പ്രൊഡക്ഷൻ കഴിഞ്ഞ് തുടച്ച് കവറിലാക്കുക. മോൻ സോൾഡറിങ് സെക്ഷൻ മോൻ ചെയ്യും. വൈഫ് അതെല്ലാം നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് ഒട്ടിക്കുക. നമ്മൾ വയറിങ് സെക്ഷൻ ഇതിൻ്റെ ഫിനിഷിങ് വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുക അതിൻ്റെ അകത്ത്. കാരണം ഒരു ദിവസം നമുക്ക് ഒരു 10-50 പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം. കാരണം അത് ഒരേ സൈസ് നമുക്ക് കിട്ടുക വെച്ചെങ്കിൽ ഇത് 3 വലിപ്പം വരുന്നുള്ളൂ. ഒരേ സൈസ് കിട്ടുക വെച്ചെങ്കിൽ നമുക്ക് അതേപോലെ വെട്ടിയിട്ടിട്ട് അത് കട്ടിങ്ങിലും കറക്റ്റാക്കിയിട്ട് ഒരേ നമുക്ക് സ്പീഡായി ചെയ്യാൻ പറ്റും നമുക്ക്. അല്ല, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓർഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്നലെ മുതൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ ചിഹ്നങ്ങൾ, അവിടെ 2 കിലോ ചിഹ്നങ്ങൾ അതിന് വേണ്ടി എൻക്വയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ മറ്റേ ഫോട്ടോസ് ഇങ്ങനെ വാട്സപ്പിൽ വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വോട്ടിങ്ങിൽ ഈ വർഷം ഈ ഇവിടെ തൃശ്ശൂർ വെച്ച് നോക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാതായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒന്നിനോട് കടപിടിക്കാൻ പറ്റുന്ന എല്ലാ 3 ആൾക്കാരും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അങ്ങനെ അത് കാരണം തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. സെയിലും നമുക്ക് തൃശ്ശൂരാണ് കൂടുതൽ വരുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനാണ് ആവശ്യക്കാരേറെ. എന്നാൽ നിർമ്മിക്കാൻ പ്രയാസം താമരയാണെന്ന് ജിസ് പറയുന്നു. ജിസിന് സഹായവുമായി ഭാര്യയും അനുവും മകളായ ജോയലും ജോഹന്നയും കൂടെയുണ്ട്. ഒരു ദിവസം കുറേ ഒട്ടിക്കും, പറ്റണ അത്രയും ഞാൻ ഒട്ടിക്കാറുണ്ട്. എല്ലാത്തിനും സഹായിക്കാറുണ്ട്. യൂട്യൂബിൽ പലതും അങ്ങനെ ഇടും, അതൊക്കെ ചെയ്യാറുണ്ട്. അത് പലതും ഇടാറുണ്ട്, പക്ഷെ ഒരെണ്ണായിട്ടല്ലല്ലോ, എല്ലാം ഇടാറുണ്ട്. ഒട്ടിക്കല് തുടക്കലും കവലിടലൊക്കെ ചെയ്യാറുണ്ട്.
ഹോൾസെയിലിൽ 600 രൂപയാണ് ലൈറ്റിന് ഈടാക്കുന്നത്. 3 വലുപ്പത്തിലുള്ള ചിഹ്ന ലൈറ്റുകൾക്ക് വലുപ്പത്തിനനുസരിച്ച് വിലയും വ്യത്യാസം വരും. കോഴിക്കോട്, കോട്ടയം, കൊല്ലം തുടങ്ങി കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് നിയോൺ ചിഹ്ന ലൈറ്റുകൾ തേടി ആവശ്യക്കാർ എത്തുന്നുണ്ട്. രാത്രികാല പര്യടനങ്ങളിൽ ഉൾപ്പെടെ ആവേശം വിതരാൻ കഴിയും എന്നതാണ് ആകർഷണം. പ്രചാരണം ചൂടുപിടിക്കുന്നതോടെ ആവശ്യക്കാർ കൂടുമെന്ന് പ്രതീക്ഷയിലാണ് ജിസും കുടുംബവും. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.